ഹലോ എവരി വൺ. എക്സാം പോയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സബ്ജക്റ്റിലെ തേർഡ് ചാപ്റ്ററായ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നോട്ട്സും മറ്റു കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എക്സാം പോയിൻ്റ് എന്ന് പറഞ്ഞ ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയും അതുപോലെ തന്നെ എക്സാം പോയിൻ്റ് എന്ന ഗൈഡ് വെച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഫംഗ്ഷൻസും മോഡലൈസേഷനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാം ഈസ് കോൾഡ് മോഡലൈസേഷൻ. ദ സബ് പ്രോഗ്രാം ആർ ജനറലി കോൾഡ് ഫംഗ്ഷൻസ്. അപ്പോൾ ഈ മോഡലൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വലിയൊരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ കുഞ്ഞു എന്ത് ചെയ്യുക, സബ് പ്രോബ്ലം ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, മോഡലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആണിത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും +1 ആണല്ലോ. ഈ സബ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ ജനറലി എന്ത് വിളിക്കുന്നത്, ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു പ്രോഗ്രാം, ഈ ചിത്രത്തിൽ നോക്കിക്കേ, നമ്മൾ വലിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യും, കുറേ സെക്ഷൻസ് ആക്കി നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓരോ സബ് പ്രോബ്ലംസ് എന്ത് ചെയ്യും, സോൾവ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നത്, കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സബ് പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാനുള്ള ഒരു എന്താണ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ മോഡലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ വലിയൊരു പ്രോഗ്രാമിന് നമ്മൾ എന്ത് ചെയ്യാണ്, ചെറിയ എന്താണ് കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ സബ് പ്രോബ്ലംസ് ആക്കി ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡലൈസേഷൻ എന്ന് പറയുന്നത്. ആ സബ് പ്രോബ്ലംസിനെയാണ് നമ്മൾ ജനറലി എന്ത് വിളിക്കുന്നത്, ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ നമുക്ക് വേറെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സബ് പ്രോബ്ലംസ് ആക്കി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ മെറിറ്റ്സ് ഉണ്ട്. ഈ മെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ, മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ നമുക്ക് വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ വലിയൊരു പ്രോഗ്രാം കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് സൈസ് കുറയുന്ന അല്ലെങ്കിൽ നമ്മൾ അതിന് കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ഓരോന്നും എന്തായി മാറും, ചെറിയ പ്രോഗ്രാം ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് മെറിറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്, റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിന് രണ്ടാമത്താണ് എന്ത്, ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരും സോൾവ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എറേഴ്സ് വരുന്ന എന്ത് ചെയ്യും, കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു വലിയൊരു പ്രോബ്ലം നമ്മൾ എന്താണ് ഒരുമിച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറേ എറേഴ്സ് വരാനുള്ള ചാൻസുകൾ അല്ലെങ്കിൽ കുറേ തെറ്റുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കുറേ കുഞ്ഞു അല്ലെങ്കിൽ സബ് പ്രോബ്ലംസ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോന്നും എന്താണ് ഓരോരുത്തങ്ങളായിട്ടാണല്ലോ ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആ എറർ എന്ത് ചെയ്യും, മാക്സിമം കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ മെറിറ്റ്സ്. ദെൻ മൂന്നാമത്തെ റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വലിയൊരു പ്രോഗ്രാമാണ്, അപ്പോൾ അത് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ ആ കോംപ്ലക്സിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇംപ്രൂവ് റീയൂസബിലിറ്റി. എന്ന് വെച്ചാൽ നമുക്ക് എന്താ, റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഓരോ പ്രോഗ്രാം നമുക്കിങ്ങനെ ഓരോ കഷ്ടങ്ങളായിട്ട് മുറിക്കുമ്പം ആ പ്രോഗ്രാമിലല്ലാതെ വേറെ പ്രോഗ്രാമിൽ എന്ത് ചെയ്യാം, ആ സബ് പ്രോബ്ലത്തിന് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അതേ ആക്ടിവിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ ഒരു പ്രോഗ്രാമിന് എന്താണ് അഡീഷൻ ഉണ്ട്, മറ്റൊരു പ്രോഗ്രാമിന് എന്താണ് അഡീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് വേറെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാക്കി എടുക്കണ്ട. ഈ പ്രോഗ്രാമിലെടുത്ത ആ അഡീഷൻ്റെ ഇൻസ്ട്രക്ഷൻ തന്നെ നമുക്ക് എന്തെടുക്കാം, മറ്റേ പ്രോഗ്രാമിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന മെറിറ്റ്സ്. എന്തൊക്കെയാണ്, റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം, ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്, റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, ഇംപ്രൂവ് ദ റീയൂസബിലിറ്റി. ഇതാണ് മെയിൻ മെറിറ്റ്സ് എന്ന് പറയുന്ന എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡുലാർ പ്രോഗ്രാമിൻ്റെ മെറിറ്റ്സ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ഡീമെറിറ്റ്സ് ആണ്. ഇതും എക്സാമിന് 2 മാർക്കും ചോദിക്കാറുണ്ട്. ഇതിനൊരു മെയിൻ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയാറുണ്ട് ഇല്ലേ, നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, കുറേ കുഞ്ഞു സബ് പ്രോബ്ലംസ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഡിവൈഡ് എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും, നമുക്ക് ചുമ്മാ കയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യും, അതാണ് മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത്. ഒരു വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് ചുമ്മാ കയറിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചുമ്മാ നമ്മൾ കയറി നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഓരോരോ എന്താണ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ ആക്ടിവിറ്റിക്ക് പ്രയോജനപ്പെടണം. ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഇത് എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, അതാണ് മെയിൻ
ചാലഞ്ച് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഓരോ പ്രോബ്ലംസ് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇപ്പം ഒന്നിനെ എന്ത് ചെയ്യരുത്, ഡിപ്പെൻഡ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ഒന്നിനെ കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്ത പ്രോഗ്രാം മറ്റൊരു പ്രോഗ്രാമിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ഇതാണ് ഇതിനൊരു മെയിൻ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ മെറിറ്റ്സ് പറഞ്ഞു, ഡിമെറിറ്റ്സ് പറഞ്ഞു. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് രണ്ടും. അപ്പോൾ നോട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫംഗ്ഷൻ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി മോഡുലാർ പ്രോഗ്രാമിംഗ് നോക്കി, മെറിറ്റ്സ് പറഞ്ഞു, ഡിമെറിറ്റ്സ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഇനി ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. ഈസി ചാപ്റ്ററാണ്, ആകെ ഫംഗ്ഷൻസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഫംഗ്ഷൻസ് ഇൻ C++. അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. കാരണം എന്താണ്, ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫംഗ്ഷൻ ഈസ് നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്, ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനുള്ള സെറ്റ് ഓഫ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഫംഗ്ഷൻസ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഇപ്പോൾ ഇത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ ഫോർ ഒരു എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോർമൽ റിയൽ ലൈഫിൽ കാണുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യണം, ഒരു ചായ അല്ലെങ്കിൽ കോഫി ഉണ്ടാക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിക്കേ, ഗെറ്റ് 60 ml മിൽക്ക്, 120 ml വാട്ടർ, 5 gram കോഫി പൗഡർ, ദെൻ ഷുഗർ എന്താണ് 20 gram ഷുഗറാണ് ഉള്ളത്. ഫ്രം ദ സ്റ്റോറേജ് ദ മെഷീൻ, നമ്മൾ എന്ത് ചെയ്യും, മെഷീനിൽ സ്റ്റോർ ചെയ്യും. ദെൻ ബോയിൽ ദ മിക്സ്ചർ, നമ്മൾ എന്ത് ചെയ്യും, മിക്സ്ചർ ബോയിൽ ചെയ്യും. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യും, പാസ് ഇറ്റ് ടു വിത്ത് ഔട്ട്, നമ്മൾ പുറത്തേക്ക് എന്ത് ചെയ്യും വരും അല്ലേ. നമ്മൾ സാധാരണ ഒരു മെഷീനിൽ നമ്മളൊരു കോഫി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളത് പ്രസ് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ കപ്പിലോട്ടേക്ക് എന്ത് ചെയ്യും എന്നറിയാം. അപ്പോൾ അതിനുള്ളിൽ മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഫിയും മിൽക്കും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ബോയിൽ ചെയ്തിട്ട് ശേഷമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ രീതി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ലെറ്റ് us name the button with the word make a coffee. നമുക്കൊരു എന്താണ് അവിടെ ഒരു മേക്ക് എ കോഫി എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ആ കോഫി ആ ഒരു ഗ്ലാസ്സിലോട്ടേക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ സിംബോളിക്കലി നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ, കപ്പ് ഈക്വൽ ടു മേക്ക് എ കോഫി, ദെൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തു, വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ഇത് തന്നെയാണ്, ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ഫംഗ്ഷൻ ഇതാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ദ വേർഡ് മേക്ക് എ കോഫി ഈസ് എ നെയിം ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം, ഫംഗ്ഷൻ ഒരു നെയിം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് എന്താണ്, മേക്ക് എ കോഫിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അഡീഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, ആഡ് എന്ന് കൊടുക്കും. ദെൻ അതിന് ശേഷം എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അത് ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കേ, മേക്ക് എ കോഫി എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷൻ നെയിമാണ്. വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ എന്ന് പറയുന്നത് എന്താണ്, പാരാമീറ്റർ ഫോർ ദ ഫംഗ്ഷൻ കോഫീസ് റിസൾട്ട് റിട്ടേൺ. എന്തൊക്കെയാണോ എന്തൊക്കെയാണോ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ആ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക. അതിനാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് സ്റ്റോർ ഇൻ ദ കപ്പ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അത് എവിടേക്ക് സ്റ്റോർ ചെയ്യും, കപ്പിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എ കപ്പ് വി ക്യാൻ യൂസ് ഗ്ലാസ്, ടെമ്പർ. കാരണം നമുക്ക് കപ്പിന് പകരം വേറെ എന്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഫംഗ്ഷൻ നമുക്ക് റിയൽ ലൈഫിൽ കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ആ റിയൽ ലൈഫിലെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ആ കോഫി ഉണ്ടാക്കുന്നത്, അപ്പോൾ മേക്ക് എ കോഫി എന്ന് പറഞ്ഞ ആ ഫംഗ്ഷൻ നെയിമാണ്, അതിൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് പാരാമീറ്റേഴ്സും ആർഗ്യുമെൻറ്റ് ഓഫ് എ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു സാധനം പെർഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് എന്തുണ്ട്, ആവശ്യമുണ്ട്. ഇപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ദീസ് ആർ ദ ഡാറ്റ റിക്വയർഡ് ഫോർ പെർഫോമിംഗ് ദ ടാസ്ക് ഗിവൺ ടു ദ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ നമുക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്ത് വേണം, കുറേ ഡാറ്റാസ് നമുക്ക് ആവശ്യമുണ്ട്. ദർ ആർ പ്രൊവൈഡ് വിത്തിൻ ദ പെയർ ഓഫ് പാരന്തസിസ് ഓഫ് ദ ഫംഗ്ഷൻ നെയിം. നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, ആ ഒരു ഫംഗ്ഷൻ നെയിം എഴുതുക, നമ്മൾ നേരത്തെ എഴുതിയ പോലെ മേക്ക് എ കോഫി, അതിന് ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് കൊടുത്തു, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ആ ബ്രാക്കറ്റിനുള്ളിൽ, അതിനെയാണ് പാരന്തസിസ് ബ്രാക്കറ്റ്, അതിനുള്ളിലാണ് നമ്മൾ എന്ത് കൊടുത്തത്, നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് നമ്മൾ കൊടുത്തത്. ദർ ആർ സർട്ടൺ ഫംഗ്ഷൻ വിച്ച് ഗിവ് ദ റിസൾട്ട് ആഫ്റ്റർ ദ പെർഫോമിംഗ് ടാസ്ക്. അതിന് ശേഷം എന്ത് ചെയ്യും, ചില ഫംഗ്ഷൻസ് എല്ലാ ടാസ്കും ചെയ്തതിന് ശേഷമാണ് എന്ത് വരുന്നത്, ആ റിസൾട്ട് പുറത്തേക്ക് വരുന്നത്. ദ റിസൾട്ട് ഈസ് നോൺ ആസ് വാല്യൂ റിട്ടേൺ ബൈ ദ ഫംഗ്ഷൻ. ആ റിസൾട്ടിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, വാല്യൂ റിട്ടേൺ ബൈ ദ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ ഫംഗ്ഷൻ ക്യാൻ റിട്ടേൺ ഓൺലി വൺ വാല്യൂ ബട്ട് സം ഫംഗ്ഷൻ ഡു നോട്ട് റിട്ടേൺ എനി വാല്യൂ. ചില ഫംഗ്ഷൻസ് എന്ത് ചെയ്യും, ഒരു വാല്യൂ മാത്രം റിട്ടേൺ ചെയ്യും. ചില ഫംഗ്ഷൻ എന്ത് ചെയ്യില്ല, ഒരു വാല്യൂസും എന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ
ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുന്ന കുറേ വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ കൂടെ എന്താണ് കമ്പൈൻ ചെയ്ത് അത് വർക്ക് ചെയ്ത് ആ ഒരു പാരാമീറ്റേഴ്സ് മുഴുവൻ എന്താണ് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ആഡ് എന്ന് കൊടുത്തു, ആഡ് ദെൻ ബ്രാക്കറ്റ്, ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാലാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്? ആഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? മനസ്സിലാവുള്ളൂ. നമ്മൾ ചുമ്മാ വെറുതെ എന്താണ് ആഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കാണില്ല? നമുക്ക് ഇത് ഫംഗ്ഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ആഡിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് കൊടുത്താൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? ഇതൊരു ഫംഗ്ഷനാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പാരാമീറ്റേഴ്സ് കൊടുക്കുന്നത്. ഈ പാരാമീറ്റേഴ്സ് വർക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് ഒരു റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു റിസൾട്ടും എന്തുണ്ടാവില്ല? റിട്ടേൺ ചെയ്യില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫംഗ്ഷൻസ് 2 ടൈപ്പ് ഉണ്ട്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആൻഡ് അതേപോലെ തന്നെ എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് 2 ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്? പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് തന്നെയാണ്. അപ്പോൾ എന്താണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്? അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പ്രീ ഡിഫൈൻഡ് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ച് നമ്മൾ സിസ്റ്റത്തിലൊക്കെ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ച ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദീസ് ആർ ദ റെഡി ടു യൂസ് ഫംഗ്ഷൻ അവൈലബിൾ ഇൻ ദ ഹെഡർ ഫയൽ. നമ്മൾ ഓൾറെഡി ഹെഡർ ഫയൽ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ആദ്യം എഴുതിയില്ല ഇൻക്ലൂഡ് IO സ്ട്രീം എന്നൊക്കെ പറയില്ലേ? ഈ IO സ്ട്രീം ആണ് എന്തെന്ന് പറയുന്നത്? ഹെഡർ ഫയൽ എന്ന് പറയുന്നത്. അങ്ങനെ ഹെഡർ ഫയലിൽ ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബിൽഡിംഗ് ഫംഗ്ഷൻ. ഓൾറെഡി നമ്മൾ എന്താണ് ബിൽഡ് ചെയ്ത് വെച്ചുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ഉണ്ടാവുക? ഹെഡർ ഫയലിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ ദ റെസ്പെക്റ്റീവ് ഹെഡർ ഫയൽസ് ടു ബി ഇൻക്ലൂഡ് യൂസിങ് ദ ബിൽഡിംഗ് ഫംഗ്ഷൻ. നമ്മൾ ഓരോന്നും ഇപ്പോൾ IO സ്ട്രീമിൽ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്, എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നമുക്ക് പല ഫംഗ്ഷൻസ് ഉണ്ട്, അതിൻ്റെ എല്ലാം ഹെഡർ ഫയൽസ് എന്തല്ല? IO സ്ട്രീം അല്ല. പലതിനും പല ഹെഡർ ഫയൽസ് ആണ്. അപ്പോൾ അത് ഓരോന്നിന് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി ഡിസ്കസ് ചെയ്യുന്നത്, എക്സാമിന് ചോദിക്കാറ്. അപ്പോൾ സിമ്പിളായ രീതിയിലാണ് നമ്മളിവിടെ കാണിച്ചുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നോക്കിക്കേ, ഫസ്റ്റ് വൺ നോക്കാം. കൺസോൾ ഫംഗ്ഷൻ ഫോർ ക്യാരക്ടർ IO. നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? കൺസോൾ ഫംഗ്ഷൻസ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട്. IO എന്ന് വെച്ചാൽ എന്താ? ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. അതിൽ വരുന്ന ടൈപ്പ് എന്താ? കൺസോൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഹെഡർ ഫയൽ എന്താ? ഒന്നെങ്കിൽ CSTDIO അല്ലെങ്കിൽ എന്താണ് stdio.h. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഹെഡർ ഫയലായിട്ട് കൊടുക്കേണ്ടത്. ഈ ഹെഡർ ഫയൽ മെയിനായിട്ട് വന്ന 2 ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഗെറ്റ് ക്യാറും പുട്ട് ക്യാറും ആണ്. ഇപ്പോൾ ഗെറ്റ് ക്യാർ എങ്ങനെ നമ്മൾ എഴുതേണ്ടത്? അതിൻ്റെ സിൻടാക്സ് എന്താ? CH ഗെറ്റ് ക്യാർ എന്ന് കൊടുക്കുക. ഈ ഗെറ്റ് ക്യാർ എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻപുട്ട് ക്യാരക്ടർ നമ്മൾ സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിലോട്ട് കൊടുക്കുന്നതാണെന്ത്? ഇപ്പോൾ കീബോർഡ് വഴിക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി, ഒരു ഇൻപുട്ട് ക്യാരക്ടർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗെറ്റ് ക്യാർ എന്ന് നമ്മൾ പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ്റെ നെയിം എന്താ? ഗെറ്റ് ക്യാർ ബ്രാക്കറ്റ് ദെൻ സിൻടാക്സ് എന്താണ്? CH എന്താണ്? ഗെറ്റ് ക്യാർ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻ എന്താ? ജസ്റ്റ് ഇൻപുട്ട്, നമ്മളൊരു ക്യാരക്ടർ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? പുട്ട് ക്യാർ ആണ്. ദെൻ പുട്ട് ക്യാർ ഓഫ് എ എന്ന് കൊടുത്തു, ക്യാരക്ടറാണ്. ഇവിടെ നമ്മൾ ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ക്യാരക്ടർ എന്താണ്? ലെറ്റേഴ്സിൻ്റെ സിംഗിൾ കോഡ്സ് ആണ്. കാരണം നമുക്ക് സ്ട്രിങ് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പുട്ട് ക്യാർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ കൊടുത്ത സംഭവം നമുക്ക് എന്തായിട്ട് ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ മോണിറ്ററിൽ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്? പുട്ട് ക്യാർ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗെറ്റ് ക്യാർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. പുട്ട് ക്യാർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിൻ്റെ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ എന്താ? CSTDIO അല്ലെങ്കിൽ എന്താണ്? stdio.h. ഇത് ഈ ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കുക, ഗെറ്റ് ക്യാർ എന്താണ്, പുട്ട് ക്യാർ എന്താണ് കേട്ടോ. അപ്പോൾ ഗെറ്റ് ക്യാർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇൻപുട്ടായിട്ട് ക്യാരക്ടർ കൊടുക്കുന്നത്. പുട്ട് ക്യാർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് ക്യാരക്ടർ കാണിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? കൺസോൾ ഫംഗ്ഷൻ പറഞ്ഞു. ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ ആണ് കൺസോൾ. ദെൻ സെക്കൻഡ് വൺ എന്താണ്? സ്ട്രീം ഫംഗ്ഷൻസ് ആണ്. ദെൻ IO ഓപ്പറേഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഫംഗ്ഷൻ ജനറലി കോൾഡ് സ്ട്രീം ഫംഗ്ഷൻ സിൻസ് ദേ അലൗ സ്ട്രീം ഓഫ് ബൈറ്റ്സ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ട്രീം ആയിട്ടാണ്. കാരണം ഇത് ഫോളോ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് ഒബ്ജക്റ്റ്. മെമ്മറിയുടെയും ഒബ്ജക്റ്റിൻ്റെ ഇടയിലായിട്ട് നമുക്ക് പോകുന്ന ഒരു ഡാറ്റ ഫ്ലോ പോലെ പോകുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രീം ഫംഗ്ഷൻസ് ആണ് ഗെറ്റ് ലൈന്, പുട്ട്, റൈറ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ് ഹെഡർ ഫയൽ? എന്താ? IO സ്ട്രീം. നമ്മൾ പൊതുവേ ഇൻക്ലൂഡ് IO സ്ട്രീം യൂസ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. IO സ്ട്രീം എന്ന ഹെഡർ ഫയലിലാണ് എന്തുള്ളത്? ഈ 4 ഫംഗ്ഷൻസ് ഉള്ളത്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഗെറ്റ് എന്ന് പറയുമ്പോൾ എന്താ? scene.get എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ ക്യാരക്ടറാണ്. നമ്മൾ ക്യാരക്ടർ എടുക്കും, അതേപോലെ എന്തും എടുക്കും?
സ്ട്രിങ് കൊടുക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫസ്റ്റത്തെ എന്താ, സീൻ ഡോട്ട് ഗെറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഇൻപുട്ട്, ഒരു ക്യാരക്ടർ നമ്മൾ ഇൻപുട്ട് കീബോർഡ് വഴി നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുന്നത്. ഇവിടെ സിൻ ഡോട്ട് ഗെറ്റ് എന്താണ്, str,10 എന്ന് കൊടുത്തു. ഇതെന്താ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രിങ് ആണ്. ഇവിടെ പറയുന്നത് ഇൻപുട്ട് ഓഫ് എ സ്ട്രിങ് ഓഫ് മാക്സിമം 10 ക്യാരക്ടേഴ്സ്. ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ 10 കൊടുത്തു. ഇപ്പോൾ നമുക്ക് 20 കൊടുത്താൽ നമുക്ക് മാക്സിമം എത്ര വരെ കൊടുക്കാം, 20ഓളം ക്യാരക്ടേഴ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എന്ത് കാണിക്കണം, str എന്ന് കാണിക്കണം. എനിക്ക് ഇതാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു സ്ട്രിങ്ങിന് ഇതിൻ്റെ അകത്തേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. കീബോർഡ് വഴി നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് കൊടുക്കുന്നത്. ദെൻ അടുത്ത എന്താ, ഗെറ്റ് ലൈൻ ആണ്. ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ എന്നാണ് ഇതിൻ്റെ സിൻടാക്സ്. str,10 കാരണം ഇൻപുട്ട് ഓഫ് എ സ്ട്രിങ് മാക്സിമം. കാരണം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈനായിട്ട് മാക്സിമം നമുക്ക് മറ്റേന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻപുട്ടായി ഇത് കൊടുക്കുന്നത്, ഇതെന്ന് വെച്ചാൽ മാക്സിമം ഒരു ലൈനായിട്ട് ലൈൻ ബൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻപുട്ട് കൊടുക്കുന്നതാണ് എന്ത്, ഗെറ്റ് ലൈന്. ദെൻ മൂന്നാമത്തെ എന്താണ്, പുട്ടാണ്. പുട്ട് എന്ന് പറയുമ്പോൾ എന്താ, സി ഔട്ട് ഡോട്ട് പുട്ട് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ, നമ്മൾ ക്യാരക്ടർ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, പുട്ട്. ക്യാരക്ടർ കേട്ടോ, മറന്നു പോയത് ക്യാരക്ടർ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, റൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഇത് ഗെറ്റ് ലൈന്, പുട്ട്, റൈറ്റ്. പുട്ട് എന്ന് പറയുന്നത് ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാനും റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാനും. അപ്പോൾ നമ്മൾ ഗെറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ, ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാണ്. റൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാണ്. ഈ ഒരു കാര്യം മറന്നു പോകരുത്. കാരണം പുട്ടും റൈറ്റിൻ്റെ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. പുട്ടെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാനും ദെൻ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഹെഡർ ഫയൽ ഏതാണ്, IOStream ആണ്. നമ്മളിപ്പോൾ include iostream.h എന്നെങ്കിൽ അത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഫംഗ്ഷൻസ് ആ പ്രോഗ്രാമിൽ കൊടുത്താൽ വർക്ക് ആവുള്ളൂ. അതായത് IOStream നമ്മൾ കൊടുക്കാതെ ഈ ഫംഗ്ഷൻസ് ആ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. ഓക്കെ, കാരണം ഈ ഒരു ഹെഡർ ഫയലാണ് എന്ത് കിടക്കുന്നത്, ഈ ഒരു ഫംഗ്ഷൻസ് ഉള്ളത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് പ്രീ ഡിഫൈൻ ഫംഗ്ഷൻസ് പഠിച്ച്. മൂന്നാമത്തതാണ് സ്ട്രിങ് ഫംഗ്ഷൻസ്. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഡബിൾ കോഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്, സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കേ, നമുക്ക് സ്ട്രിങ്ങിൽ തന്നെ കുറേ മാനിപ്പുലേഷൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറേ വ്യത്യാസങ്ങളും ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, C++ന് നമ്മൾ എന്താ, string.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് വർക്ക് ചെയ്യുള്ളൂ, ഇത് വർക്ക് ചെയ്യും. നമ്മൾ നേരത്തെ IOStream അതേപോലെ തന്നെ std.h എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, string.h ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് സ്ട്രിങ് എന്ന് കൊടുക്കാം, C string എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ string ഡോട്ട് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നത് ജീനിയിലായിരിക്കും ചെയ്യുക. ജീനിയിൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, C string എന്ന് കൊടുക്കാം. ടെർബോ C++ എന്ന് പറയുന്നൊരു ഇതുണ്ട്, അതിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, string.h എന്നായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമുക്ക് 4 ഫംഗ്ഷൻസാണ് പറയുന്നത്. strcpy, strcat, strcm ആൻഡ് strcmi എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് മര്യാദയ്ക്ക് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് എപ്പോഴും എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണത്. എന്താണ് strcpy, strcat എന്ന്. അപ്പോൾ strcpy എന്ന് വെച്ചാൽ 2 സ്ട്രിങ് ഉണ്ട്. ഈ 2 സ്ട്രിങ്ങിൽ നിന്ന് ഒരു സ്ട്രിങ്ങിന് എന്ത് ചെയ്യുക, നമ്മൾ കോപ്പി ചെയ്യുക. എന്ന് വെച്ചാൽ strcpy എന്ന് പറയുമ്പോൾ എന്താ, കോപ്പി ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ടു കോപ്പി വൺ സ്ട്രിങ് ടു അനദർ. ഒരു സ്ട്രിങ് എന്ത് ചെയ്യുക, മറ്റൊരു സ്ട്രിങ്ങിന് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണെന്ത്, strcpy എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ strcat എന്ന് പറഞ്ഞാൽ എന്താണ്, strcat എന്ന് പറയുന്ന 2 സ്ട്രിങ് ഉണ്ടാവും. ഈ 2 സ്ട്രിങ്ങിനും കൂടെ അപ്പൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, കൺകാറ്റിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, 2 സ്ട്രിങ്ങുകളെ കൂട്ടിച്ചേരും. ഫോർ എക്സാമ്പിൾ, ഒരു സ്ട്രിങ് ഹലോയും ഒരു സ്ട്രിങ് എന്താണ്, ഇമേജ് അല്ലെങ്കിൽ ഹലോ ഹായ് അല്ലെങ്കിൽ ഹലോ വേർഡ് അല്ലെങ്കിൽ ഹലോ പ്രോഗ്രാമിംഗ് എന്നാണ് വിചാരിക്കുക, ഹലോ എന്നും പ്രോഗ്രാം എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 എണ്ണത്തിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്, strcat എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ, നമ്മൾ strcpy വെച്ചാൽ ഒരു സ്ട്രിങ് മറ്റൊരു സ്ട്രിങ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. strcat എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ 2 സ്ട്രിങ്ങുകൾ ഉണ്ട്, ആ 2 സ്ട്രിങ്ങിനെ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, strcat എന്ന് പറയുന്നത്. ഇതിന് strcmp എന്ന് പറയുന്നത് എന്താ, 2 സ്ട്രിങ്ങുകൾ ഉണ്ട്, 2 സ്ട്രിങ്ങുകളെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട് ടു കമ്പയർ ദ 2 സ്ട്രിങ്, 2 സ്ട്രിങ്ങുകളെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, strcmp എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റിട്ടേൺ 0 ഇഫ് string 1 ആൻഡ് string 2 ആർ സെയിം. നമുക്ക് ഇത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് 0 ആണെന്ന് വിചാരിക്കാം. 0 ആണെങ്കിൽ ഈ 2 സ്ട്രിങ്ങും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി 2 സ്ട്രിങ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി 2 സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഒരു പേര് ഉണ്ടെന്ന് വെക്കാം, 2 എണ്ണം. ഈ 2 എണ്ണം എന്താണ്, നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഈ 2 എണ്ണം സെയിം ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും.
റിട്ടേൺ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ സ്ട്രിങ് ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ എന്തായിരിക്കും, സ്ട്രിങ് 2 ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്, സ്ട്രിങ് 1 എന്തായിരിക്കും, ആൽഫബറ്റിക്കലി ലോവർ ദാൻ എന്തായിരിക്കും, സ്ട്രിങ് 2 ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, എ വാല്യൂ എന്താണ്, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഈ സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി എന്തായിരിക്കും, ഹയർ ദാൻ സ്ട്രിങ് 2 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് STR-CMP. മറന്നു പോകരുത്, എക്സാമിന് ചോദിക്കാറുണ്ട്. രണ്ട് സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യുക. 0 ആണെങ്കിൽ അത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, സ്ട്രിങ് 1 ആൽഫബറ്റിക്കലി എന്തായിരിക്കും, ലോവർ ആയിരിക്കും, ആൽഫബറ്റിക്കലി 2 കാണും. ദെൻ അത് പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ഹയർ ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ മറന്നു പോകരുത്. ഓക്കെ. ദെൻ STR-CMP ആണ്. ഇതും എന്ത് തന്നെയാണ്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സെയിം ആസ് STR-CMP, പക്ഷേ എക്സെപ്റ്റ് എന്താണ്, കേസ് ഓഫ് എന്താണ് 2 സ്ട്രിങ്സ് ആർ ഇഗ്നോർ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു പേര് എഴുതി. ഇപ്പം ജസ്റ്റ് അനിൽ എന്ന് ഞാൻ ഇവിടെ എഴുതി, വീണ്ടും ഞാൻ സ്മോൾ ലെറ്ററിൽ ഞാൻ എന്ത് ചെയ്തു, അനിൽ എന്ന് എഴുതി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. കാരണം ലോവർ ലെറ്റർ ആണോ അപ്പർ ലെറ്റർ ആണോ നമ്മൾ നോക്കാറില്ല. ഇങ്ങനൊരു കാര്യത്തിന് നമ്മൾ എന്ത് ഇഗ്നോർ ചെയ്തിട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, STR-CMP എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതും എന്തിനു വേണ്ടി തന്നെയാണ്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ സ്ട്രിങ് ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞു. ഇനി അടുത്ത ഫംഗ്ഷൻ ആണ് എന്ത്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ അടുത്തത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്, ഫംഗ്ഷൻസ് ആണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. അതിൻ്റെ എഡർ ഫയൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്നത് സി മാത്ത് ആണ് എഡർ ഫയൽ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടർബോ C++ ആണെങ്കിൽ എന്താണ്, math.h ആയിരിക്കും. നിങ്ങൾ ജീനിയിലായതുകൊണ്ട് സി മാത്ത് ആണ്. ഈ ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുമെങ്കിൽ എന്ത് ചെയ്യണം, math.h എന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ട് 4 ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ABS എന്ന് വെച്ചാൽ എന്താണ്, ABS ഓഫ് ഇവിടെ ഇൻഡ് കൊടുത്തു, ടു ഫൈൻഡ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇൻഡിജർ. നമ്മളൊരു ഇൻഡിജറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്, ABS എന്ന് പറയുന്നത്. നെക്സ്റ്റ് FABS. എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ഫ്ലോട്ടിൻ്റെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക, അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, FABS എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് XQRT, സ്ക്വയർട്ട് എന്ന് പറയുമ്പോൾ എന്താ, ശരിക്കും നമ്മളൊരു നമ്പറിൻ്റെ എന്ത് ചെയ്യുക, സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ കണ്ടുപിടിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, SQRT എന്ന് പറയും. നമുക്ക് അത് കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമ്മൾ കൊടുത്ത നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ POO, പവർ എന്ന് പറയുമ്പോൾ എന്താ, പവറാണ്. ടു ഫൈൻഡ് പവർ ഓഫ് എ നമ്പർ ഇറ്റ് ടേക്സ് 2 ആർഗ്യുമെന്റ്സ് X and Y, റിട്ടേൺ ദ വാല്യൂ ഓഫ് X ഓഫ് Y ആണ്. കാരണം നമുക്ക് ഒരു സംഖ്യയുടെ പവർ കണ്ടുപിടിക്കാൻ നമ്മൾ 2 നമ്പറായിട്ട് കൊടുക്കുക. അപ്പോൾ 2⁵3 എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കൊടുക്കില്ലേ, അപ്പോൾ 2 നമ്പറായിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2⁵, ഇപ്പോൾ 2ഉം 3ഉം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2⁵3 ആയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, അതിന് റിസൾട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇതാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. 4 എണ്ണമാണ്, ABS, FABS, XQRT, അതേപോലെ തന്നെ പവർ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ എന്താ, CMath അല്ലെങ്കിൽ math.h ആണ്. ഓക്കെ ആണ് എല്ലാവർക്കും. ഓക്കെ. അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ക്യാരക്ടർ ഫംഗ്ഷൻസ് ആണ്. കാരണം പ്രീ ഡിഫൈനിൽ തന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എക്സാമിന് കൂടുതൽ ചോദിക്കുന്നത് എന്താണ്, ഈ ഒരു ഫംഗ്ഷൻ എന്നാണ് നിങ്ങളോട് കൂടുതലായിട്ട് ചോദിക്കുക. അപ്പോൾ ക്യാരക്ടർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ദീസ് ഫംഗ്ഷൻസ് ആർ യൂസ് ടു പെർഫോം വേരിയസ് ഓപ്പറേഷൻസ് ഓൺ ക്യാരക്ടർ. എന്ന് വെച്ചാൽ നമ്മൾ ക്യാരക്ടേഴ്സിലുള്ള കുറേ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കിട്ടിയാൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറ്റും, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കുറേ ഫംഗ്ഷൻസ് ആണ് ക്യാരക്ടർ ഫംഗ്ഷൻസിൽ പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിൽ നമ്മൾ C_type.h എന്നാണ്, അല്ലെങ്കിൽ C ടൈപ്പ് ആണ് നമ്മൾ എന്ത് CC ടൈപ്പാണ് നമ്മൾ സാധാരണ നമ്മളിപ്പോൾ പഠിക്കുന്നത് നമ്മൾ ചെയ്യുന്നത്. ടർബോ C++ എന്താണ്, C_type.h എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് ഫസ്റ്റ് വൺ ഈസ് അപ്പർ എന്ന് പറയുന്നത് എന്താണ്, ഈസ് അപ്പർ character എന്ന് പറയുമ്പോൾ ടു ചെക്ക് വെദർ ദ ക്യാരക്ടർ ഈസ് ആൻ അപ്പർ കേസ് ഓർ നോട്ട് ദ ഫംഗ്ഷൻ റിട്ടേൺ എ നോൺ സീറോ ഇഫ് ദ ഗിവൺ ക്യാരക്ടർ ഈസ് അപ്പർ കേസ് ആൻഡ് സീറോ അതർവൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തൊരു ക്യാരക്ടർ അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്, ഈസ് അപ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഒരു ക്യാരക്ടർ നമ്മളിവിടെ കൊടുത്തെന്ന് വിചാരിക്കാം. ആ ക്യാരക്ടർ എന്താണ്, അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, ഈസ് അപ്പർ എന്ന് പറയുന്നത്. കാരണം ഇവിടെ എന്ത് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ, അപ്പർ കേസ് ആണെന്ന് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇത് ഫംഗ്ഷൻ ഒരു നോൺ സീറോ നമ്പറാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്, റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നതാണെങ്കിൽ ആ ക്യാരക്ടർ എന്തായിരിക്കും, അപ്പർ കേസ് ആയിരിക്കും. അല്ലെങ്കിൽ അതെന്തായിരിക്കും, സീറോ ആണെങ്കിൽ അതർവൈസ് അപ്പർ കേസ് അല്ല. പറ മനസ്സിലായി. നമ്മളൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടർ അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്, ഈസ് അപ്പർ എന്ന് പറയുന്നത്. ഒരു നോൺ സീറോ നമ്പറാണ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അപ്പർ കേസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെക്കുക. ഇതിനടുത്ത് ഈ ലോവർ ആണ്. ലോവർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതും എന്താണ്, ഒരു ടു ചെക്ക് വെദർ ക്യാരക്ടർ ഈസ് എ ലോവർ. കാരണം ലോവർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. മറ്റേത് അപ്പർ ആണ്, ഇതെന്താണ്
ലോവർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫംഗ്ഷൻ എന്താണ്, ഒരു നോൺ സീറോ ആണ്. ഇത് ചെക്ക് ചെയ്തിട്ട് ഈ സ്ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ നമ്മൾ ചെക്ക് ചെയ്യും. ആ ക്യാരക്ടർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു നോൺ സീറോ നമ്പർ ആണെങ്കിൽ ആ ക്യാരക്ടർ എന്തായിരിക്കും, ലോവർ കേസ് ആയിരിക്കും. അതർവൈസ് ആണെങ്കിൽ അത് എന്തായിരിക്കും, അപ്പുറം വേറെ എന്തെങ്കിലും നമ്പേഴ്സോ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിനടുത്തത് ഈസ് ആൽഫ. ഈസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ടു ചെക്ക് വെദർ ദ ക്യാരക്ടർ ഈസ് ആൽഫബറ്റ് ഓർ നോട്ട്. നമ്മൾക്കൊരു ഇത് കൊടുത്തു, ആ ഒരു ക്യാരക്ടർ എന്താണ്, ആൽഫബറ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈസ് ആൽഫ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്താണ്, നോൺ സീറോ നമ്പർ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ആൽഫബറ്റ് ആയിരിക്കും. അതർവൈസ് എന്തായിരിക്കില്ല, ആൽഫബറ്റ് ആയിരിക്കില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നോൺ സീറോ നമ്പർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. ഈ അപ്പർ ആണെങ്കിൽ നോൺ സീറോ ആണെങ്കിൽ അത് എന്തായിരിക്കും, അപ്പർ ആയിരിക്കും. ലോവർ ആവുന്ന സമയത്ത് എന്താ, നോൺ സീറോ ആണെങ്കിൽ അത് ലോവർ ആയിരിക്കും. നമ്മൾ ആൽഫബറ്റ് ആണ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ സീറോ ആണ് റിട്ടേൺ ചെയ്യുന്നത്, അത് എന്തായിരിക്കും, ആൽഫബറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം നെക്സ്റ്റ് ഈസ് ഡിജിറ്റ്, അടുത്ത് നോക്കാം ഈസ് ഡിജിറ്റ്. ഇതെന്തായിരിക്കും, നമ്മൾ നേരത്തെ ഈസ് ആൽഫ എന്ന് പറയുമ്പോൾ ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഈസ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്യാരക്ടർ ഈസ് ഡിജിറ്റ് ഓർ നോൺ. ക്യാരക്ടർ എന്താണ്, ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും നമ്പേഴ്സ് ആണോ അല്ലെങ്കിൽ ഡിജിറ്റ് ആണോ എന്ന് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈസ് ഡിജിറ്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ അങ്ങനെ തന്നെയാണ്, ഒരു നോൺ സീറോ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ആ ഒരു ക്യാരക്ടർ ഡിജിറ്റ് ആയിരിക്കും. അതർവൈസ് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈസ് ആൽനം. ആൽനം എന്ന് വെച്ചാൽ എന്താണ്, ടു ചെക്ക് വെദർ ഈ ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക് ഓർ നോട്ട്. ആൽഫ ന്യൂമറിക് എന്ന് വെച്ചാൽ ആൽഫബറ്റോ നമ്പേഴ്സോ ആണോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. കാരണം അതും നോൺ സീറോ ആണെങ്കിൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, ആൽഫ ന്യൂമറിക് ആയിരിക്കും, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ടു അപ്പർ എന്ന് പറയുന്നത് എന്താണ്, ദ ഫംഗ്ഷൻ ഈസ് യൂസ് ടു കൺവേർട്ട് ദ ഗിവൺ ക്യാരക്ടർ ഇൻ ടു അപ്പർ കേസ്. മറന്നു പോകരുത്, ടു അപ്പർ എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു ക്യാരക്ടർ നമ്മൾ കൊടുത്തു, ആ ക്യാരക്ടർ നമുക്ക് എന്ത് ചെയ്യണം, അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്, ടു അപ്പർ എന്ന് പറയും. നമ്മൾ കൊടുത്തൊരു ക്യാരക്ടർ ലോവർ കേസ് ആണെന്ന് വിചാരിക്കും. ആ ലോവർ കേസ് നമുക്ക് എന്ത് ചെയ്യണം, അപ്പർ കേസിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ടു അപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ദെൻ ടു ലോവർ ആണ്. ടു ലോവർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് നേരെ ടു അപ്പർ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ കൊടുത്ത ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്യുക, ലോവർ കേസിലോട്ടേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ടു ലോവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ക്യാരക്ടർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊന്നും പഠിച്ചു വെക്കാം, മെയിനായിട്ട് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ഭാഗമാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണ് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പാണ് പ്രീ ഡിഫൈൻഡ്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് നമ്മൾ കുറേ പഠിച്ചു, കൺസോള്, സ്ട്രീം, അതേപോലെ തന്നെ എന്താണ് ക്യാരക്ടർ, സ്ട്രിങ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ എക്സാമിന് സ്ട്രിങ്, ക്യാരക്ടറൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാത്തമാറ്റിക്കൽസ് ഒക്കെ ചോദിക്കാറുണ്ട്, 2 മാർക്സിനും 3 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഫംഗ്ഷൻ. രണ്ട് ടൈപ്പിന് പ്രീ ഡിഫൈൻഡ് ആൻഡ് എന്താണ് യൂസർ ഡിഫൈൻഡ്. അപ്പോൾ എന്താണ് യൂസർ ഡിഫൈൻഡ്? ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസേഴ്സ് ഡിഫൈൻ ചെയ്യും. നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തത്, മറന്നു പോകരുത്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ദെൻ ബ്രേസ് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റ് എഴുതും. ദെൻ ബ്രേസ് എന്ത് ചെയ്യും, നമ്മൾ ക്ലോസ് ചെയ്യും. അത് ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ C++ൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ്. നമുക്കറിയാം ഡാറ്റ ടൈപ്പ് അറിയാം, ഇൻറ്റിജർ, ഫ്ലോട്ട് തുടങ്ങി കുറേ ഡാറ്റ ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും വാലിഡ് ടൈപ്പ് ഡാറ്റ ടൈപ്പ് കൊടുക്കുക. ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫംഗ്ഷൻ നെയിം നമ്മൾ അവിടെ കൊടുക്കുക. നമുക്ക് വേരിയബിൾ നമ്മൾ പേര് കൊടുക്കുന്നില്ല, അതേപോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കുക, ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. ദെൻ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് വിച്ച് ഈസ് ഓപ്ഷൻ. ഇതൊരു ഓപ്ഷണലാണ്, കാരണം നമുക്ക് വേണ്ട വാല്യൂസ് നമ്മൾ ഇതിൻ്റെ ബ്രാക്കറ്റ്, നമ്മൾ നേരത്തെ ആ കോഫിയുടെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ കൊടുത്തില്ലേ ബ്രാക്കറ്റിനുള്ളിൽ പൗഡർ, അതേപോലെ തന്നെ ഷുഗർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. അതേപോലെ തന്നെ നമുക്കിത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, വാല്യൂസ് കൊടുത്താൽ മതി. ലിസ്റ്റ് ഓഫ് വേരിയബിൾ പ്രിസീഡ് ബൈ ദ ഡാറ്റ ടൈപ്പ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ കോമസ്. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോമട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ, വാല്യൂസ് കൊടുക്കേണ്ടത്. കാരണം ഇതൊരു ഓപ്ഷണലാണ്. പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ ഇതാണ് സിൻടാക്സ്, മറന്നു പോകരുത്. ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, തന്നെ എന്ത് ചെയ്യുക, ബ്രേസ് ഓപ്പൺ ചെയ്യുക. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അത് നമ്മളവിടെ എഴുതുക. ബ്രേസ് എന്ത് ചെയ്യുക, നമ്മൾ ക്ലോസ് ചെയ്യുക. ഓക്കെ ആണ്. അപ്പോൾ ദ ബോഡി കംപ്രൈസ് ഓഫ് C++ സ്റ്റേറ്റ്മെൻറ്റ് റിക്വയർ ദ പെർഫോം ടാസ്ക് അസൈൻ ടു ദ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്താണോ അസൈൻ ചെയ്തത് ടാസ്ക്, എന്താ ടാസ്ക് ആണോ നമ്മൾ ഉദ്ദേശിച്ച ആ ടാസ്ക് എന്ത് ചെയ്യും, ഇത് കൊടുക്കുന്ന സമയത്ത് ഈ ഫംഗ്ഷൻസ് നമ്മൾ എന്തൊക്കെ ഡാറ്റ കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ പറഞ്ഞു. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്,
യൂസേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള പോലെ രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണെന്ന് നോക്കാം. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഡിക്ലറേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ബൈ വിച്ച് കമ്പൈലർ ഈസ് പ്രൊവൈഡ് വിത്ത് the information about the function such as the name of the function, its return type, the number and type of argument and its accessibility. എന്നുവെച്ചാൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ ഡിക്ലറേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ആണ്. അത് ബൈ വിച്ച് കമ്പൈലർ ആണ്. ബൈ വിച്ച് കമ്പൈലർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് അവർ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, കുറേ ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. എന്തൊക്കെ ഇൻഫർമേഷൻ തരുന്ന, ഫംഗ്ഷൻ്റെ നെയിം, ഫംഗ്ഷൻ എന്ത് ടൈപ്പാണ്, അതിൻ്റെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, അങ്ങനെയൊക്കെ ആക്സസിബിലിറ്റി ഉണ്ട്. ഈ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോട്ടോടൈപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പൈലർ. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് ആണ് ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. കാരണം ഇതാണ് ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതേ സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു പ്രോട്ടോടൈപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം എന്താണ്, അതേപോലെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡിക്ലറേഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ് ബൈ വിച്ച് കമ്പൈലർ. അവർ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് മൊത്തം ഫംഗ്ഷൻസിന് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അത് ഫംഗ്ഷനിൽ പറയുന്ന കുറച്ച് ടേംസ് ആണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും നോർത്തൊക്കെ ചിലപ്പോൾ 2 മാർക്സിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. ആർഗ്യുമെൻറ്റ്സും പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണ്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്, ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. കോളിംഗ് ഫംഗ്ഷൻ ടു ദ കോൾഡ് ഫംഗ്ഷൻ, നമ്മൾ ആ കൊടുക്കുന്ന വാല്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്, ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. The variable used in the function definition as argument are known as a formal argument. നമ്മൾ വേരിയബിൾ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആർഗ്യുമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പാരാമീറ്റേഴ്സും ആർഗ്യുമെൻറ്റ്സ് വെച്ച് എന്താ വാല്യൂസ് കൊടുക്കുന്നതാണ്. അതിൻ്റെ അത് നമ്മൾ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് വിളിക്കും. The constant or variables or expression used in the function call അറിഞ്ഞോ, നമ്മൾ കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ വേരിയബിൾസോ അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഒക്കെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. മറ്റൊരു വേരിയബിൾ മാത്രമാണ്. ഇത് മൂന്നും ഈ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനു വിളിക്കാം, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. ഈ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂസ്, ദേ ആർ കോൾഡ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂ ആണെങ്കിൽ ദേ ആർ കോൾഡ് എന്തായിരിക്കും, ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. നമ്മളൊന്നുമില്ലെങ്കിൽ ഓൾറെഡി നമ്മളൊന്നുമില്ലാത്ത കേസാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിരിക്കും. കാരണം ഫോർമൽ ആർഗ്യുമെൻ്റ് ആർ ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂസ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, ദേ ആർ കോൾഡ് ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ജസ്റ്റ് പാരാമീറ്റേഴ്സ് നമ്മുടെ വാല്യൂസ് ആണ്. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണ്. അത് വേരിയബിൾസ് മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് വിളിക്കും. അതിനകത്ത് വേരിയബിൾസും കോൺസ്റ്റൻസും എക്സ്പ്രഷനൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് വിളിക്കും. ആ ഈ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് തന്നെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും നമ്മൾ വിളിക്കുക, ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഈ കാര്യം മനസ്സിലായി എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ പറഞ്ഞു, അതിൻ്റെ കുറച്ച് ടേംസ് പറഞ്ഞു, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫംഗ്ഷൻ കോൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷനെ വിളിക്കുക, നമ്മൾ ആ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ഫംഗ്ഷനെ വിളിക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് 2 ടൈപ്പ് ഫംഗ്ഷൻ കോളിംഗ് ആണുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എക്സാമിന് നിങ്ങളുടെ ഷുവർ ആയിട്ടും 3-4 മാർക്കിന് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 2 ടൈപ്പ് ഫംഗ്ഷൻ കോളിംഗ് ആണ്, കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും. എക്സാമിന് ഷുവർ ക്വസ്റ്റൻ ആണ്, എന്തായാലും എക്സാമിന് ചോദിക്കും, പഠിച്ചു വെക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പം കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ആ ഫംഗ്ഷൻ വാല്യൂസിനെ കോൾ ചെയ്യുന്നതാണ് എന്ത്, കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നതും. കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, അത് അതിൻ്റെ അഡ്രസ്സിനാണ് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കോൾ ബൈ റെഫറൻസ് എന്ന് നമുക്ക് നോർമലി പറയാം. നോർമലി നമുക്ക് പെട്ടെന്ന് നമുക്കൊരു വൈവ്യൂ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം, കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഫംഗ്ഷൻ വാല്യൂസിനാണ് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കോൾ ബൈ വാല്യൂ ആയിരിക്കും. കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് അതിൻ്റെ അഡ്രസ്സിനെ കോൾ ചെയ്യുമ്പോഴാണ് എന്ത്, കോൾ ബൈ റെഫറൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു 3-4 മാർക്കിന് എഴുതുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ എന്താ, കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഓർഡിനറി വേരിയബിൾ ആർ യൂസ്ഡ് ആസ് എ ഫോർമൽ പാരാമീറ്റർ. ഓർഡിനറി വേരിയബിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമൽ പാരാമീറ്റേഴ്സ് ആയി യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, റെഫറൻസ് വേരിയബിൾ ആർ യൂസ്ഡ് ഇൻ ദ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ ഓർഡിനറി ആണ്, ഇവിടെ എന്താണ്, റെഫറൻസ് ആണ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റന്റ്, വേരിയബിൾ ഓർ എക്സ്പ്രഷൻ. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാവാം, കോൺസ്റ്റന്റ് ആവാം, വേരിയബിൾസ് ആവാം, എക്സ്പ്രഷൻസ് ആവാം. ഇവിടെ കോൺസ്റ്റന്റ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ത് മാത്രമേ ആവുള്ളൂ, വേരിയബിൾസ് മാത്രമേ ആവുള്ളൂ എന്തിൽ, കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ.
ഇവിടെ നമുക്ക് ആക്ച്വൽ പാരാമീറ്റേഴ്സ് കോൺസ്റ്റന്റ് ആവാം, വേരിയബിൾസ് ആവാം, എക്സ്പ്രഷൻസ് ആവാം. പക്ഷേ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ എന്താണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്താണ് വേരിയബിൾസ് മാത്രം ആവുള്ളൂ. അടുത്തെന്താ ചേഞ്ച് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെന്റ് ഡു നോട്ട് റിഫ്ലക്ട് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെന്റ്. കാരണം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണെങ്കിൽ അത് എന്തിനു റിഫ്ലക്റ്റ് ചെയ്യില്ല, ആക്ച്വൽ ആർഗ്യുമെന്റ്സിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ചേഞ്ച് ഇൻ മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെന്റ്സ് ഡു റിഫ്ലക്ട് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെന്റ്. കാരണം ഈ റെഫറൻസ് മെത്തേഡിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സിന് അതിന് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ റിക്വയർഡ് ദ ഫോർമൽ ആർഗ്യുമെന്റ്. നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് മെമ്മറി നമുക്ക് എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ എന്താണ് മെമ്മറി ഓഫ് ആക്ച്വൽ ആർഗ്യുമെന്റ് ഈസ് ഷെയർഡ് ബൈ ദ ഫോർമൽ ആർഗ്യുമെന്റ്. അങ്ങനെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വൽ ആർഗ്യുമെന്റ് ഫോർമൽ ആർഗ്യുമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, മെമ്മറി ഷെയർ ചെയ്യും. പക്ഷേ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് വേണം, ഫോർമൽ ആർഗ്യുമെന്റ്സിന് മെമ്മറി ആവശ്യമുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാം, കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത് ഓർഡിനറി വേരിയബിൾ ആണ്. കോൾ ബൈ റെഫറൻസിൽ എന്താണ്, റെഫറൻസ് വേരിയബിൾ ആണ്. മറ്റേത് കോൾ ബൈ വാല്യൂയിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ എന്താണ്, കോൺസ്റ്റന്റും വേരിയബിൾസും എക്സ്പ്രഷൻസ് ഒക്കെയാണ്. കോൾ ബൈ റെഫറൻസിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്തായിരിക്കും, വേരിയബിൾസ് മാത്രമായിരിക്കും. കോൾ ബൈ വാല്യൂ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും മൊത്തമായിട്ട് വരില്ല. പക്ഷേ ഇവിടെ എന്തിനെ റിഫ്ലക്റ്റ് ചെയ്യും, ആക്ച്വൽ ആർഗ്യുമെന്റ്സിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് വേണം, ഈ ഒരു ഫോർമൽ ആർഗ്യുമെന്റ്സിൽ എന്ത് കൊടുക്കണം, നമുക്ക് മെമ്മറി വേണം. ഇവിടെ നമുക്ക് ആ ആക്ച്വൽ ആർഗ്യുമെന്റ്സും ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ത് ചെയ്യും, മെമ്മറി ഷെയർ ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയെങ്കിലും മനസ്സിലാക്കിയേക്കുക, കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു വാല്യൂ നമ്മൾ ഫംഗ്ഷന് കോൾ ചെയ്യുന്നതാണ്. മറ്റെന്താണ്, കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം ഫംഗ്ഷൻ കോളിംഗ് പറഞ്ഞു, 2 ടൈപ്പ് ഫംഗ്ഷൻ കോളിംഗ് ഉണ്ട്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലോട്ടേക്കാണ് കിടക്കുന്നത്. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് 3 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫംഗ്ഷൻസ്. ഫംഗ്ഷൻസിൻ്റെയും വേരിയബിൾസിൻ്റെയും സ്കോപ്പാണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ്, അതെങ്ങനെയാണ് ലോക്കലി അല്ലെങ്കിൽ ഗ്ലോബലി നമ്മൾ ഡിക്ലെയർ ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സമ്മറൈസ് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം വേരിയബിൾസ്. ലോക്കലി നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഡിക്ലെയർ വിത്തിൻ ദ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേരിയബിൾ നമ്മൾ ലോക്കലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ഗ്ലോബലായിട്ട് എങ്ങനെയാണ്, ഔട്ട്സൈഡ് ദ ഓൾ ഫംഗ്ഷൻ, നമ്മൾ ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ദ ഓൾ ഫംഗ്ഷൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്ലോബലി നമ്മൾ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഔട്ട്സൈഡ് ആണ്. അവൈലബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്. നമുക്ക് ഇത് ഈ ഒരു നമ്മൾ ലോക്കലായിട്ടാണ് വേരിയബിൾസ് കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഫംഗ്ഷനിലോ അല്ലെങ്കിൽ ആ ബ്ലോക്കിലോ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. കാരണം ഇതിൻ്റെ അത് ഗ്ലോബലായിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അവൈലബിൾ ടു ഓൾ ഫംഗ്ഷൻ, എല്ലാ പ്രോഗ്രാമിലെ എല്ലാ ഫംഗ്ഷൻസിനും നമുക്ക് എന്ത് ചെയ്യാം, ആ വേരിയബിൾസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഗ്ലോബലായിട്ട് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേപോലെ മെമ്മറി ഈസ് അലോക്കേറ്റഡ് വെൻ ദ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് ആക്റ്റീവ് ആൻഡ് ദ ഫ്രീഡ് വെൻ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് കംപ്ലീറ്റഡ്. എന്ന് വെച്ചാൽ നമ്മൾ മെമ്മറി അലോക്കേറ്റ് എന്ന് പറയുമ്പം ഈ ഫംഗ്ഷൻ എത്രയാണോ നമ്മൾ കൊടുത്തത് അത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ബ്ലോക്ക് എന്ത് ചെയ്യും, മൊത്തമായിട്ട് കംപ്ലീറ്റ് ആക്കും. ഇവിടെ എന്ന് വെച്ചാൽ മെമ്മറി ഈസ് അലോക്കേറ്റ് ജസ്റ്റ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ആൻഡ് ഫ്രീഡ് വെൻ ദ പ്രോഗ്രാം ഈസ് സ്റ്റോപ്പ് എക്സിക്യൂഷൻ. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ജസ്റ്റ് അതിന് മുമ്പെയാണ് എന്ത് ചെയ്യുന്നത്, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. മറ്റേന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എന്ത് ചെയ്യും, മെമ്മറി അലോക്കേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആകും. ഇവിടെ എന്ന് വെച്ചാൽ അതിന് മുമ്പ് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് എന്ത് ചെയ്യുള്ളൂ, മെമ്മറി അലോക്കേറ്റ് ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യും, ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന് സ്റ്റോപ്പിന് ശേഷം അത് എന്ത് ചെയ്യും, ഫ്രീ ആവും. ഓക്കെ ആണല്ലോ? അതാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വേരിയബിൾസ് ലോക്കലിയും ഗ്ലോബലിയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ എന്താണ് അവൈലബിലിറ്റി ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മൾ ലോക്കലി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താണ്, ഫംഗ്ഷനിലോ ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിലോ ആയിരിക്കും നമ്മൾ കൊടുക്കും, വിത്തിൻ അതിൻ്റെ ഉള്ളിലായിരിക്കും. ഗ്ലോബലി നമ്മൾ എന്തായിരിക്കും, ഔട്ട്സൈഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ആ ഫംഗ്ഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആ വേരിയബിളിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ഗ്ലോബലി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ മൊത്തം പ്രോഗ്രാമിനും നമുക്ക് എന്ത് ചെയ്യാം, ആ വേരിയബിൾസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ദെൻ ഫംഗ്ഷൻസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഡിക്ലെയർ വിത്തിൻ്റെ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഡിഫൈൻ ദ ആഫ്റ്റർ കോളിംഗ് എ ഫംഗ്ഷൻ. നമ്മൾ ആ ഒരു കോളിംഗ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷനോ മറ്റു കാര്യങ്ങളോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോക്കലി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഗ്ലോബലി എന്ന് വെച്ചാൽ ഡിക്ലെയർ ഓർ ഡിഫൈൻ ഔട്ട്സൈഡ് ദ ഓൾ അതർ ഫംഗ്ഷൻ. നമ്മൾ ഔട്ട്സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, ഇതും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ആക്സസിബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്. നമ്മൾ ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന് മാത്രം അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആക്സസിബിൾ ബൈ ഓൾ ഫംഗ്ഷൻ ഇൻ ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ എത്ര ഫംഗ്ഷൻസ് ഉണ്ട് ആ ഫംഗ്ഷൻസ് മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്
പറ്റും. അപ്പോൾ ഇതാണ് ഗ്ലോബൽ എന്ന് പറയുമ്പോൾ മൊത്തമായിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്ലോബൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലോബലായിട്ട് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രോഗ്രാമിലെ എല്ലാ ഫംഗ്ഷൻസിനും എന്ത് ചെയ്യാം, ഈ ഒരു കോഡിന് നമുക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സ്കോപ്പ് ആൻഡ് ലൈഫാണ് വേരിയബിളും ഫംഗ്ഷൻസും ഓർത്ത് വെക്കുക. ഈ രീതി തന്നെ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ്, പ്രീ ഡിഫൈൻഡ് നമുക്ക് 5 അല്ലെ, കൺസോൾ, സ്ട്രീം, സ്ട്രിങ്, ക്യാരക്ടറൊക്കെ നമ്മൾ മാത്തമാറ്റിക്കലി പറഞ്ഞു. അതേപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് പറഞ്ഞു യൂസേഴ്സ് ഉണ്ടാക്കുന്നതാണ്. 2 ടൈപ്പ് ഫംഗ്ഷൻ കോളിംഗ് ഉണ്ട് അല്ലേ, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസും പറഞ്ഞു അല്ലേ. പിന്നെ മോഡലൈസേഷൻ ഫസ്റ്റ് പറഞ്ഞു അല്ലേ, വലിയ പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇത് നമ്മൾ പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്? എന്താണ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്? 2 മാർക്സ് ചോദിക്കാറുണ്ട്. ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് ആർ ദ ആർഗ്യുമെന്റ് to which the initial value to given function definition, so function can be invoked without specifying all its argument. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫോൾട്ട് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ആർഗ്യുമെന്റ് ഇനീഷ്യലൈസേഷൻ വാല്യൂസ് എന്താ ചെയ്യുക, ഇനീഷ്യലൈസ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫോൾട്ട് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, നേരത്തെ ഡിഫോൾട്ട് പറയുമ്പോൾ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ആ വാല്യൂസ് അതിനെയാണ് എന്ത് പറയുന്നത്, ഡിഫോൾട്ട് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, to use getchar, putchar, gets and puts, which header file is used? നമ്മൾ getcharഉം putcharനും getsനൊക്കെ നമ്മൾ ഏത് ഹെഡർ ഫയൽ യൂസ് ചെയ്യുക, CSTDIO അല്ലെങ്കിൽ stdio.h, ഈ ഒരു ഹെഡർ ഫയലാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെയാണ്. ഇങ്ങനെയും എന്ത് ചെയ്യാം, വൺ വേർഡിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഹെഡർ ഫയൽ എല്ലാവരും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, predict the output of the following code. നോക്കിക്കേ, ആഷ് ഇൻക്ലൂഡ് CSTDO ഇൻറ്റു മെയിൻ, ക്യാരക്ടർ നെയിം എന്ത് ചെയ്തു, അഡ്ലൈൻ കൊടുത്തു, 4 ഇൻറ്റ് നമ്മൾ നെയിം ഇങ്ങനെ കൊടുത്തു, പുട്ട്കാർ നെയിം ഓഫ് ഐ, ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് വരും ഇതിൻ്റെ ആൻസർ, നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് അറിയേണ്ടത്, പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ക്യാറിൽ നെയിം കൊടുത്തു, ദെൻ പുട്ട്കാർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഡിസ്പ്ലേ ചെയ്യുക. ആ നെയിമിലുള്ളത് എന്താണോ, നെയിമിൽ എന്താ കിടക്കുന്നത്, ഇതാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇതായിരിക്കും ആൻസറിൽ ഡിസ്പ്ലേ ചെയ്ത് വരാം. നമ്മൾ പുട്ട്കാർ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുട്ട്കാർ എന്ന് പറയുമ്പോൾ എന്താ, ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പുട്ട്കാറിൻ്റെ ഈ ഒരു പാരാമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ, നെയിം ഓഫ് ഐ, അപ്പോൾ നെയിമിൽ എന്താ കിടക്കുന്നത്, ആഡ് ലൈൻ എന്നാ കൊടുത്തത്. അപ്പോൾ അതായിരിക്കും നമുക്ക് എന്ത് വരാം, ഔട്ട്പുട്ടായിട്ട് വരാം. ഓക്കെ ആണോ. ഓക്കെ, അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് ഈക്വലൻ ടു ദ ഫംഗ്ഷൻ ഗെറ്റ് സി, ഇതിന് ഈക്വൽ ആയിട്ടുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പുട്ട്കാർ, ഗെറ്റ്സ്, ഗെറ്റ്കാർ, പുട്ട്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഗെറ്റ് സി ആണ്. ഗെറ്റ് സി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ എന്തിനായിരിക്കും ഈക്വൽ ആയിരിക്കും, ഗെറ്റ്കാറിന് ഈക്വൽ. ഗെറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഒരു ക്യാരക്ടർ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതാണ്. അപ്പം ഗെറ്റ് സി എന്ന് പറയുമ്പോൾ എന്താണ്, ഗെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രിങ് ആ കാര്യങ്ങൾ, ഗെറ്റ്കാർ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്, ഗെറ്റ്കാർ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, കാരണം വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ, ടു പ്രിന്റ് ഡാഷ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു പ്രിന്റ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡാഷ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. ഏതാണ്, പുട്ട്സ്. കാരണം സ്ട്രിങ് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്, പുട്ട്സ് ആണ്. ഓക്കെ. ദെൻ 6th ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ബിഗ് പ്രോഗ്രാം ഈസ് ഇൻടു എന്താണ്, സ്മോളർ പ്രോഗ്രാം ഈസ് കോൾഡ് എന്താണ്, ഡാഷ്. നമ്മൾ ഫസ്റ്റ് പഠിച്ച എന്താണ്, മോഡലൈസേഷൻ ആണ്. എന്ത്, നമ്മൾ വലിയൊരു പ്രോഗ്രാമിന് നമ്മൾ ചെറുതായി എന്താണ്, സബ് പ്രോബ്ലം ആക്കി വിളിക്കുന്ന ആ ഒരു ചെയ്യുന്നതിന് സബ് പ്രോബ്ലം ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ എന്ന് വിളിക്കുന്ന പേരെന്താണ്, മോഡലൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഈ ഒരു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് ആണെന്ന് നമുക്ക് അറിയണം. നോക്കാം, ദ ഇൻസേർഷൻ, ഈ ഒരു സംഭവം, ഈ ഒരു സിമ്പിൾ അറിയാതെ നമ്മൾ ഇതിൽ കൊടുക്കുന്നത് ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഇത് ഇൻസേർഷൻ ഓപ്പറേറ്റർ ആണ്. സ്റ്റോപ്പ് റീഡിങ് എ സ്ട്രിങ് വെൻ ഇറ്റ് ചെയ്ത എൻകൗണ്ടർ എ സ്പേസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, കാരണം വെൻ എൻകൗണ്ടർ സ്പേസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് സ്റ്റോപ്പ് ആവുമെന്നാണ് പറയുന്നത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ, ട്രൂ ആണ്. കാരണം നമ്മളിത് ചെയ്യുന്ന സമയത്ത്, എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ആവും. ആ ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ത് ചെയ്യും, റീഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവും. ജസ്റ്റ് ഓർത്ത് വെക്കുക, കാരണം ഇതൊരു 2-3 ഇടയ്ക്ക് മാത്രം വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നോക്കി വെക്കാം. ഓക്കെ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ബിഗിൻസ് അറ്റ് എ ഡാഷ് ഫംഗ്ഷൻ. നമ്മൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും, പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താ ഉണ്ടാവുക, മെയിൻ ഫംഗ്ഷൻ. നമ്മൾ ഹെഡർ ഫയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ആഷ് ഇൻക്ലൂഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും, ഇൻറ്റ് മെയിൻ. അപ്പോൾ ഒരു എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ബിഗിൻസ് അറ്റ് എ ഡാഷ് ഫംഗ്ഷൻ. നമ്മൾ എപ്പോഴും ഒരു പ്രോഗ്രാം എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്,
മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ദ ഡിഫോൾട്ട് ഡാറ്റ ടൈപ്പ് റിട്ടേൺ ബൈ ദ ഫംഗ്ഷൻ ഈസ് ഡാഷ് അല്ലേ. എന്ന് വെച്ചാൽ ദ ഡിഫോൾട്ട് ഡാറ്റ ടൈപ്പ് റിട്ടേൺ ബൈ എ ഫംഗ്ഷൻ ഈസ് എന്താണ്, ഡാഷ് ആണ്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മളൊരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്? ഫ്ലോട്ട് ആണോ, ഡബിൾ ആണോ, ഇൻ്റ് ആണോ, ക്യാരക്ടർ എന്താണോ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എന്താ ആൻസർ? എന്താ, ഇൻറ്റീജർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. ഡിഫോൾട്ട് ഡാറ്റ ടൈപ്പ് റിട്ടേൺ ബൈ ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഡിഫോൾട്ടായിട്ട് റിട്ടേൺ ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് എന്താണ്, ഇൻറ്റീജർ ആണ്, മറന്നു പോകരുത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഈസ് ഓൾസോ കോൾഡ്. എന്ത് വിളിക്കും? നമ്മൾ ലാസ്റ്റ് പറഞ്ഞു പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് എന്താണ്, ഫംഗ്ഷൻ ഡിക്ലറേഷൻ ചെയ്യുന്നതിന് മറ്റൊരു എന്താണ്, പേരാണ് എന്ത്, പ്രോട്ടോടൈപ്പ്. അപ്പോൾ ഇതും ചോദിക്കാറുണ്ട്. ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഈസ് ഓൾസോ കോൾഡ് എന്താണ്, പ്രോട്ടോടൈപ്പ്. ഇതിനകത്ത് 3-4 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ കോളിങ്, അതേപോലെ തന്നെ ക്യാരക്ടർ ഫംഗ്ഷൻസ്, സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഒക്കെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നോക്കല്ല. അപ്പോൾ നമ്മൾ ഈ തേർഡ് ചാപ്റ്റർ ആയ ഫംഗ്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫംഗ്ഷൻസിൽ മെയിനായിട്ട് പറയേണ്ടത് എന്തൊക്കെയാണ്? ഓൾറെഡി ഫംഗ്ഷൻസ് എന്താണെന്ന് പറഞ്ഞു. 2 ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രീ ഡിഫൈൻ ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. അതാണ് 2 ടൈപ്സ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പ്രീ ഡിഫൈനിൽ നമ്മൾ കുറേ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രിങ്, ക്യാരക്ടറൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ചോദിക്കുന്നതാണ്. അതേപോലെ യൂസർ ഡിഫൈൻഡ് പറഞ്ഞു, യൂസേഴ്സ് ഡിഫൈൻ ചെയ്യുന്നതാണ്. അതിൽ വരുന്ന ഫംഗ്ഷൻ കോളിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ, 2 ടൈപ്സ് ഉണ്ട്. കോൾ ബൈ വാല്യൂ, കോൾ ബൈ മെത്തേഡ് അല്ലെ, പിന്നെ സ്കോപ്പ്, ലൈഫൊക്കെ നമ്മൾ പറഞ്ഞു, വേരിയബിളിൻ്റെയും ഫംഗ്ഷൻസിനൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയും അതുപോലെ തന്നെ എക്സാം പോയിന്റ് എന്ന് പറഞ്ഞ ഗൈഡ് നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് എന്ത് ചെയ്യും, ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.